കർത്താവിന്റെ പരിശുദ്ധനാമത്തിന് സ്തോത്രം. ഈ വലിയ അവസരത്തിനായിട്ട് നന്ദി നേരത്തോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുന്നു. വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇന്ന് രാത്രികാലം ഞാനിവിടെ ആയിരിക്കുന്നത്. എന്നാൽ നിശ്ചയമായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യുന്നത് നമുക്ക് വളരെ സന്തോഷം അല്ലേ. ആദ്യം ഇവിടെ ടെസ്റ്റ് മണി പറഞ്ഞത് ഞങ്ങളുടെ മൂത്ത മരുമകൻ ഷിബുവായിരുന്നു. നാം കേട്ടു, ദൈവം പ്രാർത്ഥന കേട്ടു, തന്നെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. കർത്താവ് കുടുംബമായിട്ട് ഫുൾ ടൈം കർത്താവിന്റെ വേലയിലാണ്. ആദ്യം പാട്ട് പാടിയ ഞങ്ങളുടെ മൂത്ത മോൻ ബിജുവാണ്. എന്നെയും കർത്താവ് ശക്തമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ. പിന്നീട് നാം കേട്ടു ഞാൻ രണ്ടാമത്തെ മരുമകനാണ് മാർട്ടിൻ. അതും എനിക്ക് വലിയൊരു സന്തോഷമാണ്. തന്നെ പ്രസംഗം കേൾക്കാൻ നമുക്ക് ഒരുമിച്ചിരുന്ന് ദേവസ്ഥനില് സന്തോഷിക്കാൻ ഇടയായി. മാറ്റി പറഞ്ഞല്ലോ, കർത്താവ് ആ കുടുംബത്തിലൊരു വലിയ പാട്ട് പ്ലേ ചെയ്യാൻ എന്റെ ജീവിതത്തിൽ ഭാഗ്യം തന്നു. എന്നാൽ ലേറ്റ് 30s ആ സമയത്ത് ഒരു ദർശനം തന്നാണ് ആ വീട്ടിലേക്ക് കർത്താവിനെ പറഞ്ഞു. അപ്പൊ കർത്താവ് നമുക്ക് ദർശനമൊക്കെ തരുമ്പോ ആദ്യം പോയപ്പോ പുള്ളി സംസാരിക്കാൻ പോലും കൂട്ടാക്കി. എനിക്ക് സമയമില്ലെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു കർത്താവെ വാക്സിറ്റ് ഇനി ഞാൻ പോത്തില്ല. എന്നാൽ കർത്താവ് കൊണ്ട് വിട്ടില്ല. പിന്നെയും കർത്താവിനെ കാണിച്ചു. താരപ്രകാരമായി തീരുന്നു എങ്ങനെയാണ് ആത്മാവിൽ പാടുകയൊക്കെ ചെയ്യുന്നത്. ആരെയും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ആ കാഴ്ചകളൊക്കെ കർത്താവിനെ കാണിച്ചു. അത് പൊക്കണം. പിന്നീട് പോയി വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള ദൈവപ്രവർത്തന ആ കുടുംബം രക്ഷിക്കപ്പെട്ടു. ആ കുഞ്ഞുങ്ങളെല്ലാം ഇന്ന് പലരും ഫുൾടൈം കർത്താവിന്റെ വേലയിലാണ്. ഞങ്ങളുടെ മകളെ കല്യാണം കഴിച്ച് ഞങ്ങളുടെ മരുമകനായിട്ട് ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നു. വളരെ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. ഉള്ളവരെ നമുക്കൊക്കെ ഒരു കൊച്ചു ജീവിതമേ ഉള്ളൂ കർത്താവിനെ വേണ്ടി ജീവിക്കാൻ. സാധു സുന്ദർ ഇങ്ങനെ വന്നിട്ടുണ്ട്, ഒരു ഷോർട്ട് ലൈഫ് ടു ബെയർ എ ക്രോസ് ഫോർ മൈ മാസ്റ്റർ. ഈ ജീവിതം കഴിഞ്ഞു പോയാൽ പിന്നെ ഞാൻ ഒരിക്കലും ഈ ക്രൂശ് വെക്കാൻ മടങ്ങി വരത്തില്ല. നമ്മുടെയൊക്കെ ഹൃദയത്തിൽ താല്പര്യം എന്താ? നമ്മുടെ പാഷൻ എന്താ? നമ്മുടെ ഭാരം എന്താ? നമ്മൾ കർത്താവിനെ അറിഞ്ഞു. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന 99% എനിക്കറിയാം ബിലീവേഴ്സാണ്. അവിശ്വാസികളായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് തന്നെ എനിക്ക് അറിഞ്ഞു. അപ്പൊ നമ്മളെല്ലാം രക്ഷിച്ചു. കർത്താവ് നമ്മളെല്ലാം വീണ്ടെടുത്തു. ഇനി നമ്മളെല്ലാം ടേക്ക് ഓഫ് നിങ്ങളുടെ റെഡി ആയിട്ടിരിക്കുക. അതാണോ വേണ്ടത്? വി ഹാവ് എ ബിഗ് ജോബ് ടു ഡു ഹിയർ അല്ലേ. നമുക്ക് നമ്മുടെ പ്രാർത്ഥനയില്ല, നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള നമ്മുടെ ആഗ്രഹമല്ല. നിശ്ചയമായിട്ടും നമ്മൾ അവരെ മാതാക്കളോട് ഇരിപ്പുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളുള്ള യങ് മദേഴ്സ് കൂടെ ഉണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നിങ്ങൾ എന്താ പ്രാർത്ഥിക്കുന്നത്? ഡോക്ടർ, എഞ്ചിനീയർ, ഡോക്ടർ എല്ലാം അത് മാത്രം. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവിന് വേണ്ടി കൊടുക്കാൻ എത്ര പേരുണ്ട്? ഞങ്ങൾ പ്രാർത്ഥിച്ച അതായിരുന്നു. എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ പ്രാർത്ഥിച്ചു, ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ 4 മക്കളെ അവരുടെ കുടുംബങ്ങളെയും നിനക്ക് വേണ്ടി എന്നും പകൽ രാത്രിക്കാരോടെ എന്നപ്പം ഞാൻ ഒത്തിരി സന്തോഷിച്ചു. ഒരുമിച്ച് ദൈവത്തിന് സ്തുതിക്കാനും സാക്ഷി പറയാനും പ്രസംഗിക്കാനും ഒക്കെ ദൈവത്തിലേക്ക് പാട്ട് പാടാനും. കഴിഞ്ഞ ഞായറാഴ്ചയാണെങ്കിൽ ഹിൽസ് ഓഫ് ചർച്ചിലായിരുന്നു. എനിക്ക് അവിടെ പോകാൻ ഇടയായി. ബിജുവാണ് ഇവിടുത്തെ ലണ്ടൻ ഹിൽസ് ഓഫ് ചർച്ച് പ്രസംഗിച്ചത്. 1000കണക്കിന് വിശ്വാസികൾ എടുത്ത്. ഇപ്പൊ ഞാൻ അങ്ങനെ നിങ്ങൾ ഓർത്ത് നിർത്താമേ, ഇതൊരു ഭാഗ്യം തന്നല്ല. അവന്റെ അപ്പൻ പാസ്റ്റർ വി.എ. തമ്പി പ്രസംഗം ആരംഭിച്ചത് തെങ്ങിന്റെ മണ്ടേ വലിഞ്ഞു കയറി കുട്ടനാടിയാനാണ്. എന്നിട്ട് കർത്താവ് വേലയ്ക്ക് വിളിച്ചപ്പോ വലിയ ആഗ്രഹം, കർത്താവിന്റെ വേല ചെയ്യണം. എങ്ങനെയാ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഒത്തിരി തെങ്ങുണ്ട് കുട്ടനാടായതുകൊണ്ട്. അതിന്റെ മണ്ടേ വലിയ തകരം കൊണ്ടുണ്ടാക്കിയൊരു കോളാണ്. അതിൽ കൂടെ പിടിച്ചു വളർന്നു അറിയാവുന്ന വചനങ്ങൾ. അല്ലല്ലാതെ മാനസാന്തപ്പെട്ടില്ല എങ്കിൽ നീ കുടുംബവും നശിച്ചു. അങ്ങനെ തുടങ്ങിയെങ്കിൽ ഇന്ന് വർഷങ്ങൾ പലതും വിട്ടിട്ടപ്പോൾ ഇതുള്ളവരെ ഹിറ്റ് സോങ്ങിന്റെ സ്റ്റേജിൽ പോകുന്ന പ്രസംഗം കണ്ടപ്പോൾ ഞാൻ തിരിച്ചു കർത്താവിനെ വിശ്വസിച്ചു. ഞാൻ പറയുന്നതിന്റെ സാരം ഇത്രേ ഉള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുമ്പോൾ തൊട്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ നല്ല ആഗ്രഹങ്ങളെ ദൈവം മാനിക്കും. നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ അവസരങ്ങൾ കർത്താവ് നമുക്ക് നൽകി തരും. ഹല്ലേലൂയ. നിശ്ചയമായിട്ട് ഇന്ന് നമ്മളിവിടെ കേട്ട എല്ലാ ദൈവസ്നേഹത്തെ കുറിച്ച് അല്ലേ, എനിക്കത് മാത്രമേ പറയാം. ഈ ദൈവത്തിന്റെ സ്നേഹം അതെങ്ങനെ നമുക്ക് ഈ ലോകത്തിലൊന്ന് വെളിപ്പെടുത്താൻ പറ്റും? അവന്റെ സ്നേഹത്തിന്റെ ഒരു കുരിശ് പോലും നമ്മൾ അറിഞ്ഞിട്ടില്ല. പ്രിയമുള്ളവരെ, മാറ്റിയോടെ പ്രസംഗിച്ചു പരീശന്മാരെയും പാപികളെയും, പരീശമല്ല പാപികളെയും പിന്മാർഗികളെയും വേശ്യമാരെയും ഒക്കെ സ്നേഹിക്കുന്ന ഒരു നല്ല കർത്താവ് ആ യേശുവിന്റെ കരങ്ങളായിരുന്നു.
വായിക്കുന്നുണ്ട്, തകർന്ന ഹൃദയങ്ങളും ബന്ധനസ്ഥരെ സ്വതന്ത്രനായി വിട്ടയക്കുവാൻ ഞാൻ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അവിടെ കളർ കോൺഫറൻസ് നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ അത് അറ്റൻഡ് ചെയ്യായിരുന്നു. ഇന്ന് പകൽ അവിടെ പ്രസംഗിച്ചപ്പോൾ ബോബി പറഞ്ഞ ഒരു കാര്യം എന്നെ വളരെയധികം സ്പർശിച്ചു. അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ഭാര്യയാണ്. ഞാൻ പറഞ്ഞു, ജർമ്മനിയിൽ പോയപ്പോൾ അവിടുത്തെ ഒരു സ്ത്രീയുടെ ടെസ്റ്റുമണി കേട്ടു. ഒരു സിറിയക്കാരിയുടെ, നമുക്കറിയാം ഐസിസും ഒക്കെ എന്തെല്ലാം എന്ന് ലോകത്ത് നടക്കുന്ന വലിയൊരു ബോട്ടിനകത്ത് ഒത്തിരി പേർ റിഫ്യൂജീസ് ആയിട്ട് അവർ ആ ബോട്ട് യാത്ര ചെയ്ത് പോവുകയാണ്. ജർമ്മനിയെ നോക്കി അവർ വരുന്നു. പകുതി വഴി എത്തിയപ്പോൾ വലിയ ഓടങ്ങളും തിരമാലകൾ, ബോട്ടിനകത്ത് വെള്ളം കയറി. പ്രതീക്ഷിക്കാതെ നിർവാഹമില്ല, അവർ അയ്യം വിളിക്കാൻ തുടങ്ങി. ആ സമയത്ത് അവർ കാണുകയാണ് യേശു ക്രിസ്തു. ആ പടക് യാതൊരു കുഴപ്പവും കൂടാതെ മറുകര എത്തിച്ചു. അതാണ് നമ്മൾ യേശു ചെയ്യുന്നത്, അല്ലേ? വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരവുണ്ടെന്നല്ല നമ്മൾ കാണുന്നുണ്ട്. പൗലോസ് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 27 അധ്യായത്തിൽ വായിക്കാണ്, വലിയ കോളും തിരമാലയും കാറ്റും പടകിന് നേരെ അടിച്ചു. അതിനകത്തിരുന്നവരെല്ലാം അയ്യം വിളിച്ചു. സൂര്യനോ നക്ഷത്രത്തെയോ ഒന്നും അവർക്ക് കാണാൻ കഴിയുന്നില്ല. എവരിതിങ് ഈസ് ഡാർക്ക്. എന്നാൽ അതിന്റെ നടുവിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരുവനുണ്ട്. അവനിങ്ങനെ പറഞ്ഞു, ഞാൻ സേവിച്ചു നിൽക്കുന്നവനും എന്റെ ഉടയവനുമായ എന്റെ വീണ്ടെടുപ്പുകാരൻ ഇന്നലെ രാത്രി ഇവിടെ ഈ പടകിൽ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. അവനോട് ഇങ്ങനെ പറഞ്ഞു, ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കാം, നീ ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട. ഇവിടെ ഇരിക്കുന്ന അനേകം പരിമിതമായ ഭയങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട്. വേദനകൾ, ഭയം, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ജീവിതത്തിൽ കാറും കോളും തിരമാലയും സൂര്യനുമില്ല, നക്ഷത്രമില്ല, ചന്ദ്രനുമില്ല. എവരിതിങ് ഈസ് ഡാർക്ക്നെസ്. ഡോക്ടറുടെ റിപ്പോർട്ട്, അല്ലെങ്കിൽ കുടുംബ പശ്ചാത്തലം, ഭാര്യ ഭർത്തൃ ബന്ധം, കുഞ്ഞുങ്ങളുടെ അവസ്ഥ, പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുമില്ല. ഭയത്താൽ നിറഞ്ഞിരിക്കുന്ന ജീവിതമേ, ഇന്ന് രാത്രികാലം ദൈവത്തിന് പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നത്, പൗലോസിനോട് പറഞ്ഞ അതേ ദൂതുമായിട്ട് വരിക. നീ ഭയപ്പെടേണ്ട, നിനക്കൊന്നും സംഭവിക്കില്ല. Because I am with you. Because I am with you. അനേക തകർന്ന ജീവിതങ്ങൾ കൂടിയുള്ളവരെ നമ്മുടെ ചുറ്റുമുണ്ട്. പലപ്പോഴും നമുക്ക് അവരെ അംഗീകരിക്കാൻ കഴിയുന്നില്ല. എന്നാൽ യേശു എല്ലാവരെയും സ്നേഹിക്കുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ചർച്ചില് കാനഡയിലാണ് പ്രസംഗിക്കാൻ ഒത്തിരി പേര് പ്രാർത്ഥിക്കാൻ വന്നു. ഒരു പെൺകുട്ടി ആ കൂട്ടത്തിലുണ്ടായിരുന്നു, ഒരു പഞ്ചാബി, ബാക്കി എല്ലാവരും കനേഡിയൻസാണ്. She was manifesting when I was going here. ഞാൻ പറഞ്ഞ പ്രാർത്ഥിച്ചേ ഞാൻ പോകത്തുള്ളൂ. പ്രാർത്ഥിക്കാനിരുന്നു. 36 വയസ്സുണ്ട്, അനീത എന്നാണ് പേര്. അവളോട് ചോദിച്ചു, ആരോടെങ്കിലും നിനക്ക് ക്ഷമിക്കാനുണ്ടോ? അവളോട് വലിയ ലിസ്റ്റ് തന്നു. ലിസ്റ്റ് പറഞ്ഞു, ഇവരെല്ലാം അവളെ റേപ്പ് ചെയ്ത ലിസ്റ്റാണ്. അത് പറഞ്ഞു, ലോകത്തിൽ ആരും എന്നെ സ്നേഹിക്കുന്നില്ല. ഒത്തിരി ഒക്കെ പ്രാർത്ഥിക്കാൻ പോയി എനിക്ക് ഇവിടുത്തെ കിട്ടി. ഞാൻ പറഞ്ഞു, കർത്താവേ, ഇപ്പൊ ഞാൻ എന്നാ ചെയ്യുന്നത്? എന്റെ പേരൂടെ ആ ലിസ്റ്റ് കൂടുമല്ലോ. ഞാൻ അവിടുന്ന് ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങി. ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് കേൾക്കാം, യെസ് ലോർഡ്, യെസ് യെസ് ലോർഡ്. ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഇവിടെ കണ്ണിൽ ധാരധാരയായി കണ്ണുനീരൊഴുകുന്നു. ഞാൻ ചോദിച്ചു, വാട്ട് ഹാപ്പൻഡ് അനീറ്റ? അവരിങ്ങനെ പറഞ്ഞു, ജീസസ് ഈസ് സ്റ്റാൻഡിങ് റൈറ്റ് ഹിയർ. ഹല്ലേലൂയ. ഞാൻ അവരോട് ചോദിച്ചു, ഹൗ ഡു ഹി ലുക്ക് ലൈക്ക്? He is having white garment. 2 angels are standing on both sides. Hallelujah. അത് കഴിഞ്ഞപ്പോഴത്തേ അവനോട് ഇങ്ങനെ പറഞ്ഞു, ഇപ്പോ യേശുവിന്റെ തലയിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ പറയുന്നു, I have forgiven you. Go and sin no more. Hallelujah. മദ്രക്കാറ്റോട് പറഞ്ഞ അതേ വാക്ക്. എവിടെയാ യേശു ഇറങ്ങിയിരുന്നത്? മറ്റുള്ളവരാൽ വെറുക്കപ്പെട്ട, ആരും സ്നേഹിക്കാനില്ലാതെ, ജീവിതത്തിൽ ഒരു തകർന്ന ഉടനെ മാത്രമായിരിക്കുന്ന ജീവിതങ്ങൾ അടുത്താണ് യേശു വരുന്നത്. തകർന്ന ജീവിതങ്ങളെ മുഴുവൻ കെട്ടുവാൻ. എന്നാൽ what do he expect from you and me? Hallelujah. To be a channel. അല്ലേ? നമ്മളിൽ കൂടെ എല്ലാം കെട്ടാൻ ചെയ്യാൻ പറ്റത്തില്ല. എനിക്കറിയാം, ഗോവയില് അവർ പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ 100 പ്രോസ്റ്റിറ്റ്യൂട്ട്സ് പ്ലസ് AIDS വിക്ടിംസ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, അവരെ ഡോക്ടേഴ്സ് വന്ന് ട്രീറ്റ് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. ഏതാണ്ട് 80% പരീക്ഷിക്കപ്പെട്ടു. അതിലൊരു പെൺകുട്ടി കൽപ്പന, അവള് മുംബൈയിലെ ബ്രോത്തലില് ഭർത്താവ് വിറ്റു. അവിടെ 2 വർഷം കഴിഞ്ഞ് അവിടുന്ന് ഓടിപ്പോയി. അവിടുന്ന് ഒറ്റ കൊണ്ടുവന്ന് ഗോവയിൽ വിറ്റു. നമ്മുടെ കയ്യിൽ കിട്ടി. വന്നപ്പോഴത്തേക്കും വീര പറഞ്ഞു,
കൽപ്പന, ജീസസ് ലവ്സ് യു. ഷീ വെന്റ് ത്രൂ എ ലോട്ട്. 5-6 വർഷം അവൾ അനുഭവിച്ച ദുരിതമൊന്നും പറയണ്ട. അവൾ പറഞ്ഞു ഒരു ദൈവത്തെ കുറിച്ചൊന്നും പറയണ്ട. ഒരു ദൈവം ജീവിക്കുന്നില്ല. യേശു നിങ്ങളുടെ ദൈവമാണ്. ഐ ഡോണ്ട് ബിലീവ് ഇൻ എനി ഗോഡ്. ഇങ്ങനെ ഒരു ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കടന്നുപോയത് ഒരിക്കലും കടന്നു പോകത്തില്ല. കർത്താവേ നീ തന്നെ ഒരു വിധിയാണ്. അടുത്ത ദിവസം രാവിലെ അവൾ പോയപ്പോൾ she was altogether new person. എന്താ സംഭവിച്ചു ചോദിച്ചപ്പോൾ അടുത്തുള്ളവർ പറഞ്ഞു ദീദിയോട് പറ. അതിപ്പോ രാത്രി ആയപ്പോ എല്ലാവരും ഉറങ്ങുമ്പോൾ അവിടെ നിന്ന് ചിന്തിച്ചു, ഈ ആ ദീദി പറഞ്ഞല്ലോ യേശു എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട് എന്നെ സ്നേഹിക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തിയുണ്ട്. ഇവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ there was a knock at the door. Hallelujah. ഇവിടെ പോയി കഥ തുറന്നു. കഥ തുറന്നപ്പോൾ സാക്ഷാൽ യേശു ക്രിസ്തുവോടെ നടന്ന സംഭവമായത്. അതുപോലെ ഞാൻ യേശുവിനെ കണ്ടിട്ടില്ല. But Jesus was standing there. I couldn't see his face. I could see his eyes full of love for me. Hallelujah. യേശു ഇങ്ങനെ പറഞ്ഞു, കൽപ്പന നീ അന്വേഷിക്കുന്ന യേശു ഞാൻ. അത് അവൾ പറഞ്ഞ അതോടെ കർത്താവ് അപ്രത്യക്ഷപ്പെട്ടു. ആ ഒരു സെക്കൻഡ് കൊണ്ട് അവളുടെ ജീവിതത്തിലെ കഴിഞ്ഞാല് പെയിൻ, ഹേർട്സ്, അപകർഷാബോധം, bitterness, everything vanished. Hallelujah. She became a brand new creature. അവൾ പറഞ്ഞു എനിക്ക് ഇനിയുള്ള ജീവിതം മുഴുവൻ എനിക്ക് എന്റെ യേശുവിനെ ദൈവവേദനെ. നമ്മുടെ ചുറ്റും അനേക താല്പര്യമാരുണ്ട്. നമ്മുടെ ചുറ്റും അനേക അനിതമാരുണ്ട്. കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് ടേക്ക് ഓഫ് തിരിക്കാനല്ല. We have a job to do here. തകർന്ന ഹൃദയങ്ങൾ ബന്ധനത്തെ സ്വതന്ത്രരായി വിട്ടേക്കുവാൻ കർത്താവ് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്, ബി സ്ട്രോങ്, ഭയപ്പെടേണ്ട. 2 വർഷത്തിന് മുമ്പ് എന്റെ ജീവിതത്തിലും ഒരു കഠിന ശോധനയിൽ കൂടെ ഞാൻ കടന്നുപോയി. I was detected cancer. ആ സമയത്ത് യേശു എഴുതി കാണിച്ചു, സ്ക്രോൾ ചെയ്തു, ഇങ്ങനെ ലൈറ്റ് ഗോൾഡൻ ലെറ്റേഴ്സിൽ സ്ക്രോൾ ചെയ്തതാണ് ഭയപ്പെടേണ്ട. Daniel chapter 10, 18 and 19. Be not be afraid. Peace. Be strong now. Be strong. Hallelujah. Whatever might be your problem. നിങ്ങൾക്ക് അറിയുന്ന പ്രശ്നം എന്തോ ആയിക്കൊള്ളട്ടെ, വേദനാജനകമായിരിക്കാം, തകർന്ന അവസ്ഥയായിരിക്കാം, എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിങ്ങൾ ഭാരപ്പെടുകയായിരിക്കാം, എന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടോ എന്ന് ചിന്തിക്കുകയായിരിക്കാം. എന്നാൽ രാത്രിക്കാലം കർത്താവിനോട് പറയുകയാണ്, പ്രിയ പൈതലേ, ബി സ്ട്രോങ് നൗ. നീ വേദനിക്കുമ്പോഴാണ് നീ പതറുമ്പോഴാണ് കർത്താവിന്റെ ശബ്ദം. Be not be afraid. Peace. Hallelujah. നിന്റെ സമാധാനം എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയാണോ? കർത്താവിന് എന്നോട് പറയാനുള്ളത്, നീ സമാധാനമായിരിക്കാം. ഇന്ന് രാത്രിക്കാലം നിങ്ങളെ കൂട്ടിക്കൊള്ളുന്നത് നിങ്ങളോട് ഇത് പറയാനാണ്. Be in peace. Be strong. Be not be afraid. Whatever might be your problem, he is right here to deliver you, to heal you. നമ്മൾ ചെയ്യുന്ന ഒരേ ഒരു കാര്യം, കർത്താവേ hear me. You see me, Lord. മനുഷ്യമുഖം കാണുന്നു. സ്വർഗത്തിലെ ദൈവം ഹൃദയങ്ങളെ ഉൾപ്പെടെ ശോധന ചെയ്യുന്നു. ഓരോ ഹൃദയങ്ങളെ കാണുന്നവൻ, നമ്മളെ സ്നേഹിക്കുന്നവൻ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് ആരോട് ഒരു വ്യക്തി ഇങ്ങനെ പറഞ്ഞു, ബീനാന്ന് തോന്നുന്നു, പറഞ്ഞു, വിജയ് നീ ഇങ്ങനെ കുടിക്കരുത്. ഇവർക്കെല്ലാം ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഗ്രോസറി കൊടുക്കുന്നുണ്ട്, കുറച്ച് നാൾ കൂടെ നിനക്ക് ജീവിക്കാം. ഇത് കേൾക്കാത്ത പോലെ അവരവരുടെ മുഖത്തോട് നോക്കിക്കൊണ്ടിരിക്കുക. പറഞ്ഞു, യു ആർ ഗോഡ്. എന്തെങ്കിലും പറയുന്നേ? നോ 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 നോ. ഇത് തന്നെയാണ് ഞങ്ങൾ ബോംബെയിലും കൽക്കട്ടയിലും ഒക്കെ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിൽ ഇവർക്കെല്ലാം പറയാനുള്ളത്. ഇവര് ആ വ്യക്തി ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ദൈവത്തെ കാണാനൊന്നുമില്ല, ബട്ട് യു ആർ ഗോഡ് ടു മീ. യു ആർ ഗിവിംഗ് മീ ഫുഡ്, യു ആർ ഗിവിംഗ് മീ മെഡിസിൻ, യു ആർ ടേക്കിംഗ് കെയർ ഓഫ് മീ. ഹല്ലേലൂയ. പ്രിയ ദൈവമേ, ആർ വി റെഡി ടു ബി ഹിസ് ഹാൻഡ്സ്? ആ സ്നേഹം മറ്റുള്ളവർ വെളിപ്പെടുത്തി കൊടുക്കാൻ നമ്മുടെ ജീവിതത്തെ ഒന്ന് ചാനലാക്കാൻ നമുക്ക് പറ്റുന്നു. ഇന്ന് രാത്രികാലം കർത്താവ് നമ്മളെ ആഹ്വാനിച്ചിരിക്കുക. Whatever might be your problem, the Lord is right here. I can feel His presence. The anointing is right here. The anointing set you free. Hallelujah. രാത്രികാലം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് പ്രാർത്ഥന ആവശ്യമാണ് എന്ന് ആഗ്രഹിക്കുന്ന കരകൾ ഉയർത്തി കാണിക്കാമോ?
അങ്ങനെ കരങ്ങളിലൊക്കെ ഒന്ന് എഴുന്നേറ്റുന്നാട്ടെ. I'm going to pray here. ആരും ഇവിടെ മുമ്പോട്ട് വരണ്ട, അവിടെ തന്നെ നിന്നാ മതി. ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിച്ചോളാം. Whatever might be your problem, financial or spiritual or physical, family problem or health issues, whatever it might be, the Lord is going to touch you right now. Shibala Hatala Bala 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 Bachirodi Babishira Hamdera Bala 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 Jarodi Babisha. Hatay the Gloro children Nilatukala with the candle. You know whatever they are doing. You touch them right now, Lord. Shibala Hatala Bala 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 Bachirodi Babisha. Jiro Bora Nilla Lutabia Basikale, Paisani Sakale, Anyaya Sakale, Jinda Sani Sikasukami. ഞങ്ങളെ ശ്രമിച്ച എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഫാസ്റ്റ് ആനന്ദ് കോൺസിലോ ചർച്ച് വളരെ ബുദ്ധിമുട്ടി ബന്ധപ്പെട്ടാണ് ഇപ്രകാരം ഒരു പ്രോഗ്രാം ഇവിടെ ക്രമീകരിച്ചത്. ഇവിടെ സഹോദരിമാരും സഹോദരന്മാരൊക്കെ പാടി നമ്മൾ കേട്ടു. അതിൽ 90% വളരെ ആത്മീയത്തിൽ 4-5 വർഷമായി ശിശുക്കളാണ്. അവരുടെ ദൈവസേവവും ആ enthusiasm കണ്ടപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കാൻ നിശ്ചയമായിട്ടും കർത്താവിന് വേണ്ടി നമുക്കെല്ലാം എരിവുള്ളവരായി മുമ്പോട്ട് പോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല, കാരണം ഞാനും ഇതുപോലെ തന്നെ 2011 ആണ് വിശ്വാസത്തിലേക്ക് വന്നത്. ചെറിയൊരു കൂട്ടായ്മയായിട്ട് നമുക്കിവിടെ ഹോൺസ്ലോയിൽ തുടങ്ങാൻ ആരംഭിച്ചു. ഇവിടെ ഇപ്പോൾ എന്താ പറയുക 8-10 ഫാമിലി ആയിട്ട് പലപ്പോഴും റെഗുലറായിട്ട് വരുന്ന 5-8 ഫാമിലി ഉള്ളൂ നമുക്ക്. പക്ഷേ എങ്കിലും അവരുടെ സഹകരണം, സ്നേഹം, കാരണം അതുകൊണ്ട് ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചത്. കാരണം അവരെല്ലാം തന്നെ പുതിയതായിട്ട് വിശ്വാസത്തിലേക്ക് വന്നത്, യേശുവിനെ അറിഞ്ഞു വന്നവരാണ്. ആ യേശുവുമായിട്ടുള്ള സ്നേഹം മാത്രമാണ് നമ്മൾ വേർതിരിക്കുന്നത്. ഇന്ന് നമ്മൾ കേട്ട വചനം പാസ്റ്റർ മാറ്റി പറയുന്നത് അത് തന്നെയാണ്. കാരണം പിതാവിൻ്റെ സ്നേഹമാണ് യഥാർത്ഥ സുവിശേഷം. പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് അറിയുന്നതാണ് നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആ മഹത്വം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്, ദൈവമേ നീ എന്നെ കരുതുന്നില്ലേ, നീ ഈ പോകുന്ന സാഹചര്യമൊന്നും അറിയുന്നില്ലേ. നമ്മളെ തന്നെ നോക്കുകയാണ്. പക്ഷെ പിതാവ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ മുഖമെന്ന് ചിന്തിക്കാവൂ. പിതാവ് നമ്മളെക്കുറിച്ച് എ ക്രേസി ലവ്, ഹിസ് ലവിങ് മാഡ്ലി. ഹല്ലേലൂയ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് ആമേൻ, അവൻ നമ്മളെ തള്ളിക്കളയാത്ത സ്നേഹമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് എത്ര പേർക്കെന്ന് മനസ്സിലാക്കി എന്റെ യേശു എന്നെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് മാത്രമാണ് ഞാനിന്ന് ആരോഗ്യത്തോടു കൂടിയിരിക്കുന്നത്, എനിക്കൊരു നന്മയും കുറവില്ല എന്ന് പറയുന്നത് എത്ര പേരുണ്ട്? ആമേൻ. താങ്ക് യു ജീസസ്. നമ്മുടെ ഹൃദയം തുടിക്കട്ടെ. ഞാൻ ഈ മീറ്റിങ്ങിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്നൊരു ഒരു ഒരു വചനം കയറി വരാനിടയായി. അത് യോഹന്നാന്റെ സുവിശേഷം 4:14. ഞാനതിനെക്കുറിച്ച് ചിന്തിച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ വാക്കുകൾ ഓരോന്നും മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ അതിനകത്ത് ഉറവയായി പൊങ്ങുന്ന നീരുറവ തരുന്ന കർത്താവിനെ കുറിച്ച് അറിയുന്ന ഒരു വ്യക്തി, എന്നെ അറിയുന്ന, എന്നിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ ആ നുരഞ്ഞ് പതയുന്ന ഹല്ലേലൂയ ഒരു ഉറവയെ തരുന്ന ആ ജീവനെ കുറിച്ച് നമുക്ക് ആ വചനത്തിൽ കാണുവാൻ സാധിക്കും. ഞാനതിൻ്റെ ആ വാക്ക് ഹോൺസ്ലോ എന്നുള്ള പേരുമായിട്ട് ചേരുമ്പോൾ ഹലോമായി ഹോൺസ്ലോ എന്ന ആ വാക്ക് ന്യൂ ടെസ്റ്റമെന്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വേറെ ഒരു ആക്ട്സ് 3:8 മുടന്തനായ ഒരു വ്യക്തി, പൊന്നും വെള്ളിയും എനിക്കില്ല, ഞങ്ങൾക്കില്ല, പക്ഷെ ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു എന്ന് പറയുന്നത്. ആ മുടന്തനായ ആ വ്യക്തിയുടെ കരത്തിൽ പിടിച്ചപ്പോൾ അവന്റെ മുടമ്പിനെ മാറ്റി കുതിച്ച് ചാടി എന്ന് പറയുന്ന ആ ഒരു വാക്കാണ് ഹലോമായി. അങ്ങനെയെങ്കിൽ ഇന്ന് ചില മുടമ്പുകൾ മാറുന്ന ദിവസമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് ഡ്രൈ ആയി കിടക്കുന്ന ചില ജീവിതങ്ങളെ ദൈവം നീറുറവുകളായിട്ട് മാറ്റുന്ന ദിവസമാണ്.
എത്ര പേർക്ക് ആ ഒരു ഉറപ്പുണ്ട്? എൻ്റെ പിതാവ് എന്നെ സ്നേഹിക്കുകയാണെങ്കിൽ എനിക്കൊരു നന്മയ്ക്കും കുറവില്ല. എൻ്റെ ഡ്രൈനെസ്സിനെ അവൻ നിറഞ്ഞ നീരുറവകളായി മാറ്റി എൻ്റെ മുടമ്പുള്ള ജീവിതത്തെ ഹല്ലേലൂയ കുതിച്ചുയരുന്ന തുള്ളിച്ചാടി. യെസ്, I have to tell about Jesus with my joyful heart. Amen. എൻ്റെ ഹൃദയം പറഞ്ഞ സന്തോഷത്തിലാണ് ഞാൻ യേശുവിനെ സ്തുതിക്കേണ്ടത്. എൻ്റെ ഹൃദയം പറഞ്ഞ സന്തോഷത്തിലാണ് ഞാൻ യേശുവിനെ കുറിച്ച് മറ്റുള്ളവർ പറയേണ്ടത്. അത് നമ്മുടെ ജീവിതമായിരിക്കട്ടെ. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കണ്ട് യേശുവിനെ അറിയാത്തവർ യേശുവിനെ അറിയട്ടെ. ഇന്ന് നമുക്ക് വേറെ ആരെയും ഉയർത്തുവാനില്ല. നമ്മുടെ വരുവാനിലേക്ക് നമ്മുടെ കർത്താവിനെ മാത്രം. അവന് ഞാൻ നന്ദി. ഈ മിനിസ്ട്രിയെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ മറ്റുള്ള ഇവിടെ വന്നു ചേർന്ന് എല്ലാവർക്കും അറിയാം. 50 വർഷക്കാലം അവർ മുന്നോട്ട് കയറി വന്നതുകൊണ്ട് അനേകായിരങ്ങൾ കർത്താവിനെ അറിയുവാനിടയായി. ആ ഫയർ, നമ്മുടെ ജീവിതത്തിൽ ആ ഫയറാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഇവരിൽ നിന്ന് കണ്ട് പഠിക്കാനുള്ളത് അതാണ്. ഹല്ലേലൂയ. ഇപ്പോഴും ഞാൻ ഉച്ചയ്ക്ക് തമ്പികളെ വിളിച്ചിരുന്നു. ഞാൻ വിളിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഡെറാഡൂണിലാണ്. വോയിസ് സോ ടയർഡ്, സംസാരിക്കുമ്പോൾ ശബ്ദം വരുന്നില്ല. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? വളരെ ടയർഡാണ്. ചിരിച്ചു, ഒരു ചിരിച്ചു. പക്ഷെ എനിക്ക് മനസ്സിലായി, കാരണം സുവിശേഷത്തിനോട് ഇപ്പോഴും ഓടി നടക്കുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇത്രയും പ്രായത്തിലൊക്കെ ഇവർ ചെയ്യുന്ന ആ ഒരു നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വേറെ ഒന്നുമല്ല. നമ്മൾ ഒരിക്കലും മുമ്പിൽ നിർത്തിക്കൊണ്ട് എന്താ പറയുക ഫ്ലാറ്ററിങ് അല്ല, പക്ഷെ മറിച്ച് പ്രൈസ് ദി ലോർഡ് നമുക്ക് കണ്ടുപഠിക്കേണ്ടതിനായിട്ട് ദൈവം നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഹല്ലേലൂയ ഇതുപോലെ വിലപ്പെട്ട മുത്തുകളായിട്ടുള്ള ദൈവരാജ്യത്തിന്റെ മുത്തുകളായിട്ടുള്ളവരെ കണ്ട് നമുക്ക് കണ്ടു പഠിക്കുവാൻ വേണ്ടി ഹല്ലേലൂയ അതിന് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ കുടുംബത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് ഹൃദയത്തിൽ പ്രാർത്ഥിച്ച് ഇനിയും ധാരാളമായി ഇവിടെ ഫാമിലി ആയിട്ട് ഇവിടെ മിനിസ്ട്രി ആയിട്ട് ആമേൻ. ആദ്യമായിട്ടാണ് ഇവിടെ UK ന്യൂ ഇന്ത്യ ചർച്ചുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ ചർച്ച രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇനിയും അനേക ബ്രാഞ്ചുകൾ. പ്രൈസ് ദി ലോർഡ്. ഓൺലി ടു പ്രൊക്ലെയിം ദ ഡിവൈൻ ലവ് ഓഫ് ജീസസ്. ആമേൻ. നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ വേണ്ട. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണെങ്കിലും ദൈവത്തിന് മഹത്വപ്പെടുന്നതായിരിക്കട്ടെ. ഒരു ബ്രദർലി ലവ്. ആമേൻ. മലയാളം പെന്തക്കോസ്തൽ ചർച്ചോ IPCയോ ഇവിടെ എല്ലാവരും നമ്മൾ ഈ അന്ത്യകാലത്ത് എഴുന്നേറ്റ് ഒരുമിച്ച് ഒരു സൈന്യമായി നിൽക്കേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? The revival is so near. The Lord is at very, to cross. He is coming. നമ്മൾ ഇനി എഴുന്നേറ്റ് പ്രവർത്തിക്കണം. അതൊരു ഫയർ ഇന്നത്തെ മീറ്റിംഗ് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് പിരിഞ്ഞു പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഇവരെ കണ്ടുകൊണ്ട് നമ്മൾ ഫയറായിട്ട് പോകുവാൻ ദൈവം സഹായിക്കട്ടെ. ദ ഡിവൈൻ ലവ്. ഇന്ന് കിട്ടിയ മെസ്സേജ് അതാണ്. ഡിവൈൻ ലവ്, ഫാദർലി ലവ്. അത് നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കുവാനുള്ളതല്ല. നല്ല ഗിവറാണ്. ശരിക്കും യഥാർത്ഥത്തിൽ നമുക്ക് ഒരിക്കലും നമുക്ക് കിട്ടിയ ഡെപ്പോസിറ്റ് വെച്ചുകൊണ്ടിരുന്ന ഒരിക്കലും അത് ഇൻക്രീസ് ആവുന്നില്ല. സോ നമുക്ക് ഇൻക്രീസ് ചെയ്യണം. നമ്മൾ ഗിവർ ആയിരിക്കണം, ഒരു നല്ല ഗിവർ ആയിരിക്കണം. അങ്ങനെയെങ്കിൽ നമുക്ക് കിട്ടിയ സ്നേഹത്തെ നമുക്ക് മെഡിറ്റേറ്റ് ചെയ്ത്